ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. എ ബോയ് സീസ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 35 ഡിഗ്രി. Walking 10 meters towards the building, he sees it at an angle of elevation 70 degree. കുട്ടിയുടെ നീളം ഇവിടെ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു പോയിന്റ് ആയിട്ട് മാത്രം കൊടുത്താൽ മതി. മെൻഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ നീളം നമ്മൾ എന്ത് ചെയ്യണം, വരച്ചു കൊടുക്കണം. അതിനുശേഷം എന്താ പറയുന്നത്, ആ കുട്ടി എവിടെ നിന്ന് നോക്കി, ഈ ഒരു പോയിന്റിൽ നിന്ന് ആ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് നോക്കിയെന്നാണ് പറയുന്നത്. അത് എത്ര ആയിട്ടാണ് കാണിക്കുന്നത്, 35 ഡിഗ്രി ആയിട്ടാണ് കാണിക്കുന്നത്. ബിൽഡിങ്ങിന്റെ ദിശയിലേക്ക് 10 മീറ്റർ നടന്നു വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, 10 മീറ്റർ എന്ന് കാണിക്കാം. ഇവിടെ നിന്നും കുട്ടി എങ്ങോട്ടേക്ക് നോക്കി, ബിൽഡിങ്ങിലേക്ക് നോക്കി. എത്ര ആംഗിൾ ഓഫ് എലിവേഷനിൽ, 70 ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പൊ നമ്മൾ ആദ്യത്തെ റഫ് സ്കെച്ച് വരച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഏതൊക്കെ ട്രയാങ്കിൾസ് ഉണ്ട്, ട്രയാങ്കിൾ MNBD എന്ന് പറയുന്ന ട്രയാങ്കിളും ഉണ്ട്, അതേപോലെ ട്രയാങ്കിൾ NBD എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. ND എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ട് കൊടുത്തു, X ആയിട്ട് നമ്മൾ കൊടുത്തു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പൊസിഷൻ ഏതാ, സെക്കൻഡ് പൊസിഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്ന ഏതാ, N എന്ന് പറയുന്ന ആ പൊസിഷൻ അല്ലേ. അവിടെ നമ്മൾ നോക്കുക, നമുക്ക് തന്നിരിക്കുന്നത്, ഞാൻ പറഞ്ഞു ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ആംഗിളും ഒരു സൈഡും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആംഗിൾ നമ്മുടെ കയ്യിലുണ്ട്, സൈഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തെന്ന് കൊടുത്തു, X എന്ന് കൊടുത്തു. അപ്പൊ അത് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട വശം എന്ന് പറയുന്ന ഏതാ, BD ആണല്ലേ. അപ്പൊ കണ്ടുപിടിക്കേണ്ട വശം BD ആയതുകൊണ്ട് തന്നെ ഈ 70 ഡിഗ്രി ആംഗിളിന് ടാൻ ആണ് വരുന്നത്. ടാൻ 70 ആണ് എടുക്കേണ്ടത്. ഓപ്പോസിറ്റ് ഏതാ, H, അഡ്ജസന്റ് ഏതാ, X. അപ്പൊ ഇതെങ്ങനെ വരുന്നത്, ടാൻ 70 = H/X എന്ന് എനിക്ക് കിട്ടി. ഇവിടെ രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ടുള്ള വശം ഏതാ, H ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ H = X × ടാൻ 70 എന്ന് ഞാൻ കൊടുത്തു. രണ്ടാമത്തെ പൊസിഷൻ്റെത് ചെയ്യേണ്ടത്. അപ്പൊ രണ്ടാമത്തെ പൊസിഷൻ ഇതാണ്, ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കേണ്ടത്. MD നെ നമുക്ക് എങ്ങനെ എഴുതാം, 10 + X എന്ന് എഴുതാം. അപ്പൊ 35ക്ക് BD എന്താണ്, ഓപ്പോസിറ്റ്. 35ക്ക് MD എന്താണ്, അഡ്ജസന്റ്. അപ്പൊ ഓപ്പോസിറ്റും അഡ്ജസന്റും വരുന്ന ട്രിഗ്നോമെട്രി ഏതാ വരുന്നത്, ടാൻ ആണ്. ടാൻ 35 = ഓപ്പോസിറ്റ് ഏതാ, H. അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയത്. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് = എന്ന് പറഞ്ഞ് കിട്ടി, H = എന്ന് പറഞ്ഞ് കിട്ടി. രണ്ടിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് എഴുതാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇവിടുത്തെ Xന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര വാല്യൂ കിട്ടും, 3.42 m എന്ന് കിട്ടും. ഇത് എന്തിന്റെ വാല്യൂ ആണ്, Xന്റെ വാല്യൂ ആണ്. X എന്ന് പറയുന്നത് N-നും D-ക്കും ഇടയിലുള്ള Xന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, 3.42 എന്ന് പറയുന്നത്. അപ്പൊ BD കണ്ടുപിടിക്കാൻ ഇതിലെ 1 എന്ന ഇക്വേഷനോ അല്ലെങ്കിൽ 2 എന്ന ഇക്വേഷനിലോ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, Xന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക.